ഇന്ന് ഞാൻ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ കാണാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പൊ നിൽക്കുന്നത് കോഴിക്കോട് മൂഴിക്കലാണ് കേട്ടോ. മറ്റാരുമല്ല, നമ്മുടെ അസ്ത്ര ബാച്ചിൽ പഠിച്ച് ഈ വർഷത്തെ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഒരു മിടുക്കി കുട്ടി, അശ്വിനി കുട്ടി. നമുക്ക് പോവാം. ഹായ്, ആരാ ആദ്യത്തെ ഇഷ്ടമല്ല ടീച്ചർ ആരാ? ഞാൻ എക്സ്പെക്ട് ചെയ്തു. ഞാനിവിടെ ഉള്ളോണ്ടല്ലേടാ നീ എന്റെ പേര് പറഞ്ഞേ. അല്ല, പിന്നെ ആരാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? സ്നേഹാമസിന്റെ ഫാനാ. ഹിന്ദി. ഏറ്റവും ഇഷ്ടമല്ല, ശൈലത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടീച്ചർ ഏതായിരുന്നു? ഞാൻ വിചാരിച്ച എന്റെ പേര് പറയണം. ഓക്കെ സാർ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ സന്തോഷമായോ? ഒരുപാട് സന്തോഷമായി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ വക അശ്വിനിക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്താലോ? ആദ്യം തന്നെ നമ്മുടെ ശൈലത്തിൻ്റെ വക ഒരു കുഞ്ഞു സമ്മാനം, അശ്വിനീൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു സമ്മാനം. അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് അശ്വിനീനോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അശ്വിനിക്ക് പറയാനുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. റെഡിയാണോ? അപ്പോൾ ഇതാണ് നമ്മുടെ അശ്വിനി കുട്ടി. ആ 30,561 ഒരാളാണ് അല്ലേ ഇത്തവണ ഫുൾ A+ നേടിയതിൽ. അപ്പോൾ അശ്വിനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് അശ്വിനിനോട് ചോദിക്കാം, എങ്ങനെയായിരുന്നു ഈ ഒരു വർഷത്തെ ജേർണി? ലൈക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി, അപ്പോൾ പുതിയൊരു സിലബസ് ആണ്. അപ്പോൾ എങ്ങനെയായിരുന്നു തുടക്കം മുതൽ അശ്വിനി കുട്ടി പഠിച്ചു തുടങ്ങിയതൊക്കെ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് തന്നെ ബുക്കൊക്കെ മാറി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പാരൻസിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും എങ്ങനെയാണ് ഇത് പഠിപ്പിക്കേണ്ടതെന്ന് പോലും അറിയാത്തൊരു സന്ദർഭത്തിൽ ഞങ്ങള് ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചത് സൈലത്തിൽ ജോയിൻ ചെയ്യണം, അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യണം. പാരൻസ് ഒക്കെ പറഞ്ഞ് ട്യൂഷൻസ് ഒക്കെ പുറത്ത് ഭയങ്കര കുറച്ച് ഹെവി ആയിട്ടാണ് സംഭവങ്ങളെല്ലാം ഉള്ളത്. അതുപോലെ തന്നെ പഠിപ്പിക്കുന്നതും അവർക്കും അറിയില്ല എങ്ങനെയാണ് സംഭവങ്ങൾ. പക്ഷെ സൈലത്തില് ഞാൻ 9th തന്നെ യൂട്യൂബ് ക്ലാസ്സസ് കുറേ കാണുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി മാത്സും അതുപോലെ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ എനിക്ക് അത്രയും നല്ലപോലെ മനസ്സിലായതൊക്കെ സൈലത്തിലെ ക്ലാസ് കണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടേ എങ്ങനെയായിരുന്നു ഒരു ലൈക്ക് ഒരു റുട്ടീനൊക്കെ എങ്ങനെയായിരുന്നു? അത് ഫസ്റ്റ് തന്നെ ഞാന് സൈലത്തിന്റെ ഫസ്റ്റ് ബ്രിഡ്ജ് കോഴ്സ് ഉള്ള സമയത്ത് തന്നെ ജോയിൻ തുടക്കം തൊട്ടേ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ബ്രിഡ്ജ് കോഴ്സിന്റെ സമയത്ത് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ തന്നെ ക്ലാസ് കണ്ട് തുടങ്ങി. പിന്നെ രാവിലെ എനിക്ക് അങ്ങനെ പഠിക്കാനില്ല, നൈറ്റ് ആണ് കൂടുതലായി ഞാൻ പഠിക്കുക. രാവിലെ എനിക്ക് അങ്ങനെ വായിക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ. നൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സമയം. നൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ ക്ലാസ്. അപ്പോൾ ഈ ബ്രിഡ്ജ് കോഴ്സ് ഇപ്പൊ 9th 10th വന്നപ്പോൾ ഈ ബ്രിഡ്ജ് കോഴ്സ് ഒക്കെ കൂടിയപ്പോഴത്തേക്കും എന്തായിരുന്നു ഒരു ബെനിഫിറ്റ് ഉള്ളതായിട്ട് തോന്നിയത്? ബ്രിഡ്ജ് കോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുന്നേ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അല്ലേ? പിന്നെ അതുപോലെ ഇപ്പം നമ്മുടെ എക്സാം പാറ്റേൺ മാറിയിരുന്നല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലല്ലേ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ വന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ അസ്ത്ര ബാച്ചിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അപ്രോച്ച്? എങ്ങനെയായിരുന്നു അശ്വിനിക്ക് അതൊക്കെ യൂസ്ഫുൾ ആയതെന്ന്? നമ്മുടെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഇക്കൊല്ലം ഇനി SSLC കടന്നിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിൽ അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള, അത് എക്സ്പീരിയൻസ് ചെയ്തുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ത്രൂ ഔട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കോ, എങ്ങനെയായിരുന്നു എന്നുള്ളത്? ഞങ്ങൾക്കാണെങ്കിൽ 9th ബുക്ക് മാറി, 10th അപ്പൊ അതിന് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 10th എത്തിയപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ മാറി. 20% ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയി. പിന്നെ മോഡൽ എക്സാമിന്റെ പോലെ എല്ലാ ആനുവൽ എക്സാമിന് ക്വസ്റ്റ്യൻസും ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ടഫ് ആയിരുന്നു. പക്ഷെ സൈലത്തിന്റെ ക്ലാസ് കണ്ടതാണ് ആണെന്ന് അറിയില്ല, പക്ഷെ അതുകൊണ്ട് ഈസി ആവുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ യൂണിറ്റ് എക്സാമുകളും മോഡൽ എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്തില്ലേ, അതൊക്കെ യൂസ്ഫുൾ ആയിട്ട് അശ്വിനിക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളും. റിവിഷൻ ക്ലാസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പിന്നെ കെമിസ്ട്രീന്റെ ആ ഒരു ക്ലാസ് ഫുൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം എനിക്ക് അത് കെമിസ്ട്രി മൊത്തം ഞാൻ ഫുള്ള് കണ്ടത്. ആ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് തന്നെയാണ് പൊതുവെ ഇക്കൊല്ലം കെമിസ്ട്രി ആയിരുന്നു ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആൾക്കാർക്കും ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അത് തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് അശ്വിനിക്ക് പഠിക്കാൻ പറ്റിയെന്ന് കേൾക്കുമ്പോൾ ആസ് എ കെമിസ്ട്രി ടീച്ചർ ഐ ഓൾസോ ഫീൽ വെരി പ്രൗഡ് ആൻഡ് സോ ഹാപ്പി. അപ്പോൾ ഇനി ഇപ്പോൾ 10th ക്ലാസ്സിലെത്തിയ കുട്ടികൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ അശ്വിനി എന്താ കൊടുക്കുക? തുടക്കം മുതലേ പഠിക്കുക.
നോട്ട് ദ പോയിന്റ്, തുടക്കം മുതലേ പഠിക്കുക അല്ലേ? ഞാൻ തുടക്കം മുതലല്ല പഠിച്ചത്. കാരണം എങ്ങനെയാണ് എന്നറിയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ മാറ്റുകയോണ്ട് തന്നെ നമുക്ക് ടൈം തീരെ ഇല്ല ഇനി പഠിച്ച് തുടങ്ങാനുള്ളത്. ടീച്ചേഴ്സിന് തന്നെ കുറെ വർക്കൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയാണ് പഠിപ്പിക്കുക എന്നുള്ളതിന്റെ ടൈമൊക്കെ കുറവേനി. ടീച്ചർമാരും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പഠിപ്പിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൈലത്തിന്റെ ക്ലാസ് കണ്ട് ഞങ്ങൾ യൂട്യൂബിൽ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും തന്നെ സൈലത്തിന്റെ ക്ലാസ് കാണുന്നവരാണ്. പൊതുവെ എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബെനിഫിറ്റ് ആണ്. അപ്പൊ അത് ഇനി പുതിയതായിട്ട് ഇനി 10th വരുന്നവരാണെങ്കിൽ തന്നെ തുടക്കം മുതലേ പഠിച്ചിട്ട് അത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകളൊക്കെ കാണുക. പ്രത്യേകിച്ച് സൈലത്തിന്റെ ക്ലാസ് കാണുക. വീണ്ടും നോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പോൾ പിന്നെ റിവിഷന്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു അശ്വിനി പഠിക്കുന്ന സമയത്ത്? പെട്ടെന്ന് ഒരു കാര്യം പഠിച്ച് പിന്നെ അത് തുറക്കാണ്ടിരുന്നാൽ കുറെ കാലത്ത് നമുക്കത് മറന്നു. പക്ഷെ കുറെ കാര്യം വീണ്ടും അതന്നെ പഠിച്ചാലാണ്. പ്രത്യേകിച്ച് ഞാൻ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കെമിസ്ട്രി ഫിസിക്സ് ആണ് ഏറ്റവും പെട്ടെന്ന് മറന്നു. അതൊക്കെ പിന്നെ നമ്മൾ ചെയ്തു നോക്കുന്നതിനനുസരിച്ച് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അശ്വിനിക്ക് പറയാനുള്ളത് ഒന്ന് തുടക്കം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക, അതേപോലെ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. അപ്പോൾ വിത്ത് എക്സ്പീരിയൻസ് ആണ് അശ്വിനി ഇപ്പോൾ പറഞ്ഞു തന്നത് നമ്മളോട്. നമ്മൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മറന്നു പോകും അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എക്സാംസ് ഒക്കെ നന്നായിട്ട് എഴുതുക. പിന്നെ ഇനിയിപ്പോൾ ഏത് കോഴ്സാണ് എടുക്കാൻ അശ്വിനി ആഗ്രഹിക്കുന്നത്? സയൻസ് തന്നെയാണ് എടുക്കാൻ പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ +2 ഒക്കെ കഴിയുമ്പോൾ ആരാവണം എന്നാണ് ആഗ്രഹമുണ്ടോ? ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനാണ്? ഏതാണെങ്കിലും ഡോക്ടർ, നേഴ്സ്, എങ്ങനെയാണെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ നിൽക്കാം. ഓക്കെ, എന്തായാലും അശ്വിനി കുട്ടി ആഗ്രഹിക്കുന്നത് പോലെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അശ്വിനിക്ക് സാധിക്കട്ടെ. അശ്വിനി എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു റിസൾട്ട് തന്നെയാണോ SSLCയിൽ കിട്ടിയത്? എനിക്ക് ആദ്യം മുതലേ A+ വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എനിക്ക് A+ കിട്ടണം എന്ന്. പ്രത്യേകിച്ച് പാരന്റ്സിന് കുറെ നല്ല രീതിയിൽ പഠിക്കണം എന്ന് ഇനി ആഗ്രഹം. കിട്ടണം, A+ കിട്ടണം എന്നുള്ള രീതിയിലാണ് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങിയത്. അപ്പൊ ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ A+ കിട്ടിയെന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും അശ്വിനിന്റെ ഹാർഡ് വർക്കിന്റെ ആ ഒരു റിസൾട്ട് ഫ്രം ദി ബിഗിനിങ് ഇറ്റ് സെൽഫ് പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങി അതിന്റെ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് തന്നെയാണ് അല്ലെ അശ്വിനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. റിസൾട്ട് വന്നപ്പോൾ അമ്മയുടെ അച്ഛന്റെയും പിന്നെ റിലേറ്റീവ്സിന്റെ ഒക്കെ ആ ഒരു എന്തായിരുന്നു റിയാക്ഷൻ? എങ്ങനെയായിരുന്നു? എല്ലാരും വിളിച്ച് ചോദിച്ചു കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്തു അല്ലെ? അപ്പൊ ഇനി ഇവിടെ വലിയ ഫ്ലെക്സ് ഒക്കെ വരട്ടെ അല്ലെ? A+ വാങ്ങിയ അശ്വിനിക്ക് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ വരുമ്പോൾ ഒരു ഫ്ലെക്സ് ഒക്കെ കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ഇക്കൊല്ലം ഇത്രയും പുതിയ ടഫ് സിലബസ് ആയിട്ടും അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ മാറിയിട്ടും തുടക്കം മുതൽ തന്നെ കൃത്യമായിട്ടൊരു പ്ലാനോടെ പഠിച്ച് നമ്മുടെ അസ്ട്ര ബാച്ചിന്റെ പാർട്ടായിട്ട് നിന്ന് കറക്റ്റായിട്ട് അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് വളരെ എന്താ പറയുക ആ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ഒക്കെ ആയിട്ട് A+ നേടിയിരിക്കുന്ന നമ്മുടെ അശ്വിനിക്കുട്ടി. അപ്പോൾ അശ്വിനിക്കുട്ടി ശരിക്കും ഈ ഒരു വർഷം 10th ക്ലാസ്സിലേക്ക് കയറി എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. കാരണം ഇപ്പം അടുത്തതിൽ എപ്പോഴെങ്കിലും ജേർണി ഒരു ഡിഫിക്കൽട്ടായിട്ട് ഭയങ്കര ശ്വാസം മുട്ടിക്കുന്നതായിട്ട് അശ്വിനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ഈ SSLC പഠിക്കുന്ന സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടോ? തവണ അത് എക്സാമിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് തോന്നുന്നത് നാളെ എക്സാം ടഫ് ആണോ, ഈ ടഫ് ആയിരിക്കുമോ, ഇനി സിമ്പിൾ ആവോ എന്നുള്ളത് ഒരു എപ്പോഴും നമുക്കൊരു ഇതുള്ളതാണ്. പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പുതിയ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പുതിയ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമുക്കിത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളൊരു പെട്ടെന്നുള്ളൊരു ഇതൊക്കെ വരും. ഓക്കെ, അപ്പോൾ SSLCയിൽ എത്തുമ്പോൾ നമുക്ക് പേടി തോന്നുന്നതും നമ്മളൊന്ന് സ്റ്റക്കായി പോകുന്നതും എല്ലാം നോർമലാണ് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പുതിയ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുൻപോട്ട് വരിക, ഹാർഡ് വർക്ക് ചെയ്യുക അല്ലേ? നന്നായിട്ട് റിവൈസ് ചെയ്യുക, തുടക്കം തൊട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അശ്വിനിയുടെ ലൈഫ് നമുക്ക് തരുന്ന ഏറ്റവും നല്ല മോട്ടിവേഷൻ എന്ന് പറയുന്നതും. അപ്പോൾ ഇനിയും അശ്വിനിക്കുട്ടി ആഗ്രഹിക്കുന്നത് പോലെ മെഡിക്കൽ ഫീൽഡിലൊക്കെ എത്തി ഒരു ഡോക്ടറൊക്കെ ആയിട്ട് നല്ല ഒരു ഡോക്ടർ ഓ നഴ്സ് എന്തായാലും വാട്ട് എവർ യു വിഷ് ഫോർ അവിടെ എത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.